സർക്കാർ സ്ഥാപനം ഏകദേശം 2020 2 കോടി മുതൽ മുടക്കി ലോഞ്ച് ചെയ്യുന്നു. അത് 2024 വന്ന് നിൽക്കുമ്പോൾ ഏകദേശം 10 കോടിയോടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി എന്ന്, അല്ലെങ്കിൽ വിറ്റ് വരവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കേരള സർക്കാർ സ്ഥാപനത്തെ സംബന്ധിച്ച് അതിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ അഭിമാനമുണ്ട്. ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്യും. അപ്പോൾ കൂട്ടുകാരോടൊക്കെ ചെന്ന് പറയും അല്ലേ? இதுக்குன்னு நாங்கள் நேற்று வந்து இது ஃபுல்லாக நைட் ஃபுல்லாக தங்கியிருந்து இந்த போட்டில் ஏறணும்னு சொல்லி நாங்கள் வந்திருந்தோம். ரொம்ப அருமையாக இருந்துச்சுங்க. நல்லா என்ஜாய் பண்ணோம், ஃபுல்லாக என்ஜாய் பண்ணோம். സൂപ്പറാக இருந்துச்சுங்க. ഹായ്, നമസ്കാരം. പ്രവീൺ ശ്രീവന്ധമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ ബോട്ടിയെട്ടിയിലാണ്. സാധാരണക്കാർക്കും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കായൽ യാത്ര സുഗമമാക്കുന്നതിനായിട്ട് കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഒരു ഹൗസ് ബോട്ട് ഒരുക്കിയിരിക്കുകയാണ്. ഒരു ലക്ഷറി ഹൗസ് ബോട്ട് തന്നെ വേണമെങ്കിൽ പറയാം. AC ഉണ്ട്, നോൺ AC ഉണ്ട്, അതിനകത്ത് ഫുഡുണ്ട്, സ്നാക്സ്, ചായ, കാപ്പി എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ബോട്ടിനുള്ളിലേക്ക് പോകാം. നമ്മൾ ബോട്ടിനുള്ളിലോട്ട് കയറാൻ പോവുകയാണ്. ബോട്ടിലെ പ്രവേശനത്തിന് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാനുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. ബോട്ടിനുള്ളിലെ കാഴ്ചകളിലേക്കാണ്. രണ്ട് രീതിയിലാണ് ക്യാബിനുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്, AC-യും നോൺ AC-യും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ക്യാബിൻ നോൺ AC ആണ്. 400 രൂപ മാത്രമാണ് നോൺ AC-ക്ക് ഈടാക്കുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചാർജാണ്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് എല്ലാം ബുക്കിംഗ് ആണ്. നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നോൺ AC-യോട് തൊട്ടടുത്ത് തന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിലോട്ടാണ് ഞാൻ പ്രവേശിക്കുന്നത്. ഇവിടെ നിന്നാൽ കാഴ്ചകളൊക്കെ കാണാം. കൂടാതെ കിച്ചണും ഇവിടെ തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആഹാരം എല്ലാം ഉണ്ട്, നോൺ വെജ്, വെജ്, അതുപോലെ തന്നെ സ്നാക്സ്, ടീ, കോഫി എല്ലാം അവൈലബിൾ ആണ്. ഇതിനോടടുത്ത് തന്നെ ഒരു കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട്. നല്ല രീതിയിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. അതുപോലെ തന്നെ ഫാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നോൺ AC-ക്കകത്ത്. ചൂടിൻ്റെ യാതൊരു അനുഭവവും ഇല്ല ഇവിടെ ഇന്ന്. നല്ല സുഖമാണ്. ഞാനിപ്പോൾ AC ക്യാബിനിലേക്ക് പ്രവേശിക്കാം. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അവധി ദിവസങ്ങളിൽ സീറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നതുകൊണ്ട് നല്ല തിരക്കാണ്. നേരത്തെ ബുക്ക് ചെയ്യണം, പക്ഷേ അകത്ത് വന്നിട്ട് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മുടെ കണ്ടക്ടർ സാർ വന്നിട്ടുണ്ട്. AC-ക്ക് നിരക്ക് വരുന്നത് 600 രൂപയാണ്. നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. ഡ്രൈവർ സീറ്റിന് പുറകിലായിട്ടാണ് വരുന്നത് AC-യുടെ ക്യാബിൻ വരുന്നത്. പതിനൊന്ന് മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. ഇപ്പോൾ ഏകദേശം 11-നോടടുത്തു പുറപ്പെടാൻ സമയമായിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ വെള്ളിയാമറ്റം അല്ലേ, വെള്ളിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നു. മോഹൻദാസ് എന്നാണ് പേര്. എങ്ങനെയാണ്, ഫസ്റ്റ് ടൈമാണോ ഈ യാത്ര ചെയ്യുന്നത്? ഈ യാത്ര ഫസ്റ്റ് ടൈമാണ്. എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് സൈഡിലൊക്കെ ഇരുന്ന് കാഴ്ച കാണുന്നതാണ് കുറച്ചുകൂടെ സുഖപ്രദം. വിൻഡോസ് ഒക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിലുള്ള ഗ്ലാസ് വിൻഡോസ് ഉണ്ട്. പറഞ്ഞു വിൻഡോസ് ഒക്കെ ഉള്ളതുകൊണ്ട് കാഴ്ച, എന്നാലും ഈ അനുഭവം നമ്മൾ ആസ്വദിക്കുന്നു. ഓക്കെ. കുടുംബമായിട്ടാണോ അതോ കൂട്ടുകാരുമായിട്ടാണോ? അല്ല, ഞങ്ങൾ ബാങ്കിലെ ബോർഡ് മെമ്പർമാരിലാണ്. ബോർഡ് മെമ്പർമാർ, സ്റ്റാഫ്, വെള്ളിയാമുറ്റം ബാങ്ക് സർവീസ് ബാങ്കിലെ സ്റ്റാഫ് എല്ലാം ഉണ്ട്. മോഹൻദാസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇവരോടൊപ്പം വെള്ളിയാമുറ്റം ബാങ്കിന്റെ പ്രസിഡന്റും ഉണ്ട്. പേര്? എൻ്റെ പേര് KM ജോസ്. KM ജോസ് സാർ.
ഏതായാലും വളരെ സന്തോഷം. ഇതിനു മുമ്പ് ഇത് ഫസ്റ്റ് ടൈമാണോ വേഗയിൽ യാത്ര ചെയ്യുന്നത്? ഇവിടുത്തെ യാത്രയിൽ ഇത് ആദ്യത്തെ യാത്ര. എങ്ങനെ അനുഭവപ്പെടുന്നു? AC ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? കണ്ടിടത്തോളം തൃപ്തികരമായ കാര്യങ്ങളൊക്കെയാണ്. സാധാരണക്കാർക്ക് വളരെ അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒന്നാണല്ലോ. കാരണം 400 രൂപ നോൺ AC-ക്കും AC-ക്ക് 600 രൂപ ഈടാക്കുന്നുള്ളൂ. ന്യായമായ ചാർജ്. ഹൗസ് ബോട്ടിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിന് 10,000 മുതൽ മേലോട്ട് 20,000 രൂപ വരെയൊക്കെയാണ് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ തുച്ഛമായ ഒരു 400 രൂപയ്ക്ക് ഒരു ലക്ഷറി യാത്ര എന്ന് പറയുന്നത് ഏവർക്കും വളരെ ആനന്ദകരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കും വിദേശികൾക്കും ഒക്കെ ഇത് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഏതായാലും യാത്ര എൻജോയ് ചെയ്യാൻ പോവുകയാണ്. 11 മണിക്കാണ് ഇവിടുന്ന് യാത്ര തുടങ്ങുന്നത് അല്ലേ? ഓക്കെ. ഏതായാലും ഇന്ന് അവധിയായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ ഭരണത്തിൽ കയറിയിട്ട് ഇന്ന് കൃത്യം 1 വർഷം പൂർത്തിയാകും. അത് ശരി. വെള്ളിയാമുറ്റം പ്രസിഡന്റ് പറയുന്നു അവരുടെ ഭരണസമിതി കയറിയിട്ട് ഏകദേശം 1 വർഷം ഇന്ന് പൂർത്തിയാകുകയാണ്. കറക്റ്റ് 1 കൊല്ലം ആവുകയാണ്. ഇന്ന് 1 കൊല്ലം ആകുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ചൊരു ഉല്ലാസയാത്രയ്ക്ക്, അതും ഒരു നൗക യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റിൽ ഞാൻ ഇരിക്കുകയാണ്. നല്ല കംഫർട്ടബിളാണ്. സീറ്റൊക്കെ നല്ല കംഫർട്ടബിളാണ്. ഫസ്റ്റ് ടൈം ആണല്ലേ? കുടുംബമായിട്ടാണ് അതോ? അല്ല, ഞാൻ ആദ്യം വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വീട്ടുകാരെ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. സാധാരണ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ആദ്യം ഞാൻ പോയി നോക്കിയിട്ട് പിന്നീട്. ഏതായാലും നമുക്ക് യാത്ര എൻജോയ് ചെയ്യാം അല്ലേ? ഷായിച്ചേട്ടാ, താങ്ക് യു. പ്രിയപ്പെട്ട സഞ്ചാരികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ നിത്യജീവിതത്തിന്റെ തിരക്കേറിയ ആ ദിനങ്ങൾക്കിടയിൽ ഒരു അവധിക്കാലത്തിന്റെ സ്വാതന്ത്ര്യം തേടിയെത്തിയ നിങ്ങൾക്കായി ഒരു കുട്ടനാടൻ തൃശ്ശൂർ വിരുന്നൊരുക്കാൻ ഇന്നേ ദിവസം വേഗയിലൂടെ ഞങ്ങൾക്കൊരു അവസരം ഒരുക്കിയത് തന്നെ ആദ്യമായി നിങ്ങൾക്കുള്ള ആ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജാ കേശവദാസ് നിർമ്മിച്ച അതിമനോഹരമായ ആലപ്പുഴ എന്ന ചെറു പട്ടണത്തിന്റെ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന വടേക്കനാലിൽ നിന്നും അല്പ നിമിഷങ്ങൾക്കാം നാം യാത്ര ആരംഭിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ കുടുംബശ്രീ ചേച്ചിമാർ നമ്മളോട് ജോയിൻ ചെയ്യും. അവരാണ് നിങ്ങളുടെ ഫുഡിന്റെ കാര്യമൊക്കെ നിയന്ത്രിക്കുന്നത്. ഫുഡിന് പൈസ വേറെ കൊടുക്കണം കേട്ടോ. ടിക്കറ്റ് ചാർജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചേച്ചിമാരാണ് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന ഈ വേമ്പനാട്ട് കായലിലെ പടിഞ്ഞാറ് ഓരത്തുള്ള നാഷണൽ വാട്ടർവേ വഴിയാണ് ആ യാത്ര. ഈ പ്രസ്ഥാനം തെരഞ്ഞെടുത്തതിനും ഇവിടെ വന്നതിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കേരള സർക്കാരിന് വേണ്ടിയും സംസ്ഥാന ജലഗതാഗത വകുപ്പിന് വേണ്ടിയുള്ള നന്ദിയും കടപ്പാടും ഈ വേളയിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തമ്പുരാന്റെ നാമത്തിൽ ശുഭയാത്രയും നേർന്നുകൊള്ളുന്നു. അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് യാത്ര തിരിച്ച് ആദ്യം കാണുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പവലിയനാണ് കാണുന്നത്. അങ്ങ് ദൂരെയായിട്ട് ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ കാണാം. അതിന് പുറകിൽ കാണുന്നത് ഹോട്ടൽ റമദയാണ്. വളരെ മനോഹരമായ കാഴ്ച. നമ്മളെല്ലാവരും TV-യിലൂടെ മാത്രം കണ്ടിരുന്ന ആ പുന്നമടക്കായലിൻ്റെ വള്ളംകളി നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലമാണിത്. ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ നല്ല കാഴ്ചയാണ്. മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഇവിടെ നിന്നാൽ പകർത്താൻ കഴിയും. ഇവിടെ തന്നെ ടീ കൗണ്ടറുണ്ട്. ചായ, കോഫി. ഇവിടെ ബാൽക്കണിയിൽ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കാം. പിന്നെ കാഴ്ചകൾ കണ്ട് മടുക്കുമ്പോൾ അകത്ത് പോയിരുന്ന് അവനവൻ്റെ സീറ്റിലിരിക്കാൻ പറ്റും. ഒരു സ്ഥാപനം അതാണ് സായി എന്ന ചുരുക്കരൂപത്തിൽ അറിയപ്പെടുന്ന സ്പോർട്സ് അതോറിറ്റിയുടെ ജലകായിക പരിശീലന കേന്ദ്രം. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ ഒട്ടേറെ കായിക താരങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഈ സ്ഥാപനവും ആലപ്പുഴ സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് കൗതുകമേറുന്ന ഒരു സംഗീതം. ഇതിപ്പോൾ നമ്മൾ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിശീലന കേന്ദ്രത്വമാണ്. അതും വേമ്പനാട്ട് കായലിന്റെ സൈഡിൽ തന്നെയാണ്. അറിയിപ്പുണ്ട്. AC ക്യാബിലെ ടിക്കറ്റ് എടുത്ത എല്ലാ സഞ്ചാരികളും ഒരു മിനിറ്റിലേക്ക്
ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. പേരെന്താണ്? സുമേഷ്. 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 ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയാണിത്. ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം നിന്ന് ആസ്വദിക്കാൻ പറ്റും. നല്ല ഭംഗിയാണ്. വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ നല്ല മനോഹരമായ വിശാലമായ കായൽ പരപ്പ് കാണാം. കായൽ പരപ്പ് ആഴങ്ങളുള്ള കായലാണ്. വേമ്പനാട് കായൽ ഏകദേശം ആരംഭിച്ചിരിക്കുകയാണ്. നല്ല വെയിലുള്ള ദിവസമാണ്. അത് ചൂടുണ്ട്. വെളിയിൽ നല്ല ചൂടുണ്ട്. എന്താ പേരെന്താ? സോയി. എവിടെ വരുന്നു? തൊടുപുഴ. എങ്ങനെയാ വന്നത് ഇവിടെ വരെ? ഗ്രൂപ്പ്. ഈ വെളിയാമ്പറ്റാണോ? വെളിയാമ്പറ്റ ഗ്രൂപ്പിലാണ്. നമ്മുടെ ജെയിംസ് ചേട്ടനാണ്. വെളിയാമ്പറ്റം സർവീസ് സഹകരണ ബാങ്കിലെ ബോർഡ് മെമ്പറാണ്. എങ്ങനെ ഫീൽ ചെയ്യുന്നു? നല്ല കാഴ്ചകളാണ്. വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ രണ്ടാമത്തെ യാത്രയാണ്. വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ തന്നെ സി കുട്ടനാട് എന്ന ഒരു ബോട്ടാണിത്. ഇത് ഓപ്പണാണ്. ഇച്ചിരൂടെ മേളിൽ ഓപ്പണാണ്. പക്ഷേ നോൺ എ സി മാത്രമാണ് അതിനകത്തുള്ളത്. അത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അതിനകത്ത്. അതിന് ടിക്കറ്റിന് വെറും 60 രൂപയാണ്. സി കുട്ടനാട്. ഹായ് സുഹൃത്തുക്കളെ, നല്ല രസമുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേമ്പനാട് കായലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങ് കാണാം, മുഹമ്മയാണത്. മുഹമ്മ ടൂറിസ്റ്റ് പ്ലേസാണത്. എൻ്റെ പ്രദേശവും അത് തന്നെയാണ്. എൻ്റെ വീട് അവിടെയാണ്, മുഹമ്മയിലാണ്. അപ്പോൾ മുഹമ്മയിൽ നിന്നും വെറും 2 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ദ്വീപാണ് ഇപ്പം പോകുന്നത്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. പാതിരാമണൽ ദ്വീപ് വളരെ പ്രശസ്തമാണ്. ഇക്കോ ടൂറിസമുള്ള പാതിരാമണൽ ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ അങ്ങോട്ട് സൂം ചെയ്യാം. ആ കാണുന്നതാണ് പാതിരാമണൽ ദ്വീപ്. മുഹമ്മയിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. നമ്മളിപ്പോൾ ആലപ്പുഴയിൽ നിന്നുമാണ് തിരിച്ചിരിക്കുന്നത് 11 മണിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ മുഹമ്മ ആ ബോട്ട് കെട്ടി കഴിഞ്ഞ് പാതിരാമണലിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് മനോഹരമാണ്. കായലിന് നടുക്കുള്ള ഒരു ദ്വീപ്. അവിടെ ആൾതാമസമൊന്നുമില്ല. പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ആക്രമണ സ്വഭാവമുള്ള മൃഗങ്ങളൊന്നുമില്ല. അണ്ണാന് പക്ഷികളാണെങ്കിൽ നാനാ വിധത്തിലുള്ള പക്ഷികളാണ്. വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് കുമരകം ടൂറിസ്റ്റ് കോംപ്ലക്സുമായിട്ട് ഇതിന് വളരെ അടുപ്പമുണ്ട്. അവിടെ നിന്നുള്ള ദേശാടന പക്ഷികളൊക്കെ ഇവിടെയും വന്ന് ചേക്കേറാറുണ്ട്. നല്ല രസമാണ്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ ആസ്വദിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. പാതിരാമണൽ ദ്വീപ് അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തമാണ്. മുഹമ്മയിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പം എത്താം. ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ ഈ ബോട്ടിൽ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു എന്ന് മാത്രം. ദ്വീപുമായിട്ട് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പാതിരാമണൽ ദ്വീപിൻ്റെ മനോഹര ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്നും വെറും 2 കിലോമീറ്റർ ദൂരത്താണ് ഈ പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത്. പാതിരാമണൽ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനായിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം ശ്രമത്തിലാണ്. പ്രകൃതി അതിൻ്റെ മനോഹാരിത ഒരുക്കിയിട്ടുണ്ട്. കായലിന് നടുക്കുള്ള ആ ചെറിയ ദ്വീപ് 8 കിലോമീറ്റർ വ്യാസത്തിൽ കിടക്കുന്ന ഈ ദ്വീപ് വിനോദസഞ്ചാരികളെ വളരെ ആകർഷിക്കുന്ന ഒന്നാണ്. നമ്മുടെ ബോട്ടിന് തൊട്ടുപുറകിലായിട്ട് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ സി കുട്ടനാടെന്ന് പറയുന്ന ബോട്ടുമുണ്ട്. ആ ബോട്ടിലാണെങ്കിൽ മുകളിൽ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. ടിക്കറ്റ് നിരക്കും വളരെ കുറവാണ്. ഫുൾ നോൺ എ സി ആണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ഓപ്പണാണ്. നമ്മുടെ ബോട്ടിനോട് അടുപ്പിച്ച് കയർ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ബോട്ട് ചേട്ടി വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഈ ബോട്ട് ആദ്യം അടുപ്പിച്ചതുകൊണ്ട് ഈ ബോട്ടിനോട് ചേർന്ന് അവർ ബന്ധിപ്പിക്കുകയാണ്. സി കുട്ടനാട് ബോർഡാണ്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ബോട്ട് ജീവനക്കാരൻ നമ്മളുടെ സുഹൃത്ത് തന്നെ ഒരാളെ കിട്ടിയിരിക്കുകയാണ്. ഏത് ബോട്ടിലാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ബോട്ട് മറ്റേ സി കുട്ടനാട്. സി കുട്ടനാടാ? അങ്ങനെയല്ല. ഇന്നത്തെ ഡ്യൂട്ടി എവിടെ? മാത്രമേ ഇന്നത്തെ ഡ്യൂട്ടി സി കുട്ടനാടിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പുറകെ വന്ന ആ ബോട്ടിൻ്റെ പേര് സി കുട്ടനാടാണ്. അപ്പോൾ നമ്മുടെ സുരേഷ് ബാബു സുഹൃത്താണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. സതീർത്ഥനാണ്.
ക്ലാസ്മേറ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതിൽ. തൊട്ടടുത്താണ്, ഇവിടെയാണ് വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. മുഹമ്മയിലല്ലേ? മുഹമ്മദ്. ഞാനത് ഞാൻ പറയുമായിരുന്നു, 2 കിലോമീറ്റർ മാത്രം ദൂരമാണ് മുഹമ്മയിൽ നിന്ന് പാതിരാമണലിലേക്കുള്ളത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്, പാതിരാമണലിലേക്ക്. നമ്മളിപ്പോൾ പാതിരാമണൽ ദ്വീപിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ബോട്ട് ജെട്ടിയാണ്. ബോട്ട് കാത്തിരിക്കുകയാണോ? ഇവരൊക്കെ ഇവിടെ കാഴ്ചകൾ കണ്ട് മടങ്ങാനായിട്ടിരിക്കുകയാണ്. നിയമപരമായ മുന്നറിയിപ്പുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 5000 രൂപ പിഴ. നമുക്കെല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് പ്ലാസ്റ്റിക് ബോട്ടിലും ഫുഡ് വേസ്റ്റും ഒക്കെ അവരുടെയൊക്കെ ഇടുന്നതല്ലേ. അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സ്വഭാവത്തിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറേണ്ട കാലവും അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 5000 രൂപയാണ് കേട്ടോ പിഴ. ഇവിടെ പാസ് എടുത്താണ് കയറുന്നത്. ചേട്ടാ നമസ്കാരം, ഒരു ടിക്കറ്റിന് എത്രയാ? 20 രൂപ സാർ. 20 രൂപ മാത്രമാണ് ഇവിടെ പ്രവേശന ഫീസ്. ഒരു ടിക്കറ്റ് 20 രൂപയാണ്. ഇത് സംരക്ഷിച്ചിരിക്കുന്നത് മുഹമ്മദ് പഞ്ചായത്താണ്. മുഹമ്മദ് പഞ്ചായത്ത് പരിസ്ഥിതി സംരക്ഷിത വിനോദസഞ്ചാര കേന്ദ്ര പാതിരാമണൽ മുഹമ്മദ് PO മുഹമ്മദ് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവരാണ് ഇതിൻ്റെ മേൽനോട്ടം. നല്ല മനോഹരമായൊരു പ്രദേശമാണ്. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ദ്വീപാണിത്, പാതിരാമണൽ ദ്വീപ്. പാതിരാമണൽ ദ്വീപിൻ്റെ സ്ഥാനം 76°23 രേഖാംശം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. വിസ്തീർണം നോക്കുവാണെങ്കിൽ 19.6 ഹെക്ടറാണ്. സ്ഥലം ആലപ്പുഴ ജില്ല മുഹമ്മ പഞ്ചായത്തിന് കീഴിൽ. ഇത് ജിയോളജി പറയുവാണെങ്കിൽ മണലും ചെളിയും കലർന്ന പരന്ന ഭൂപ്രദേശമാണ്. വേമ്പനാട് കോൾ റാംസാർ പ്രദേശത്തിൽപ്പെടുന്ന ജൈവ വൈവിധ്യ സമ്പന്നമായ ഒരു ദ്വീപാണ് പാതിരാമണൽ. കായക്കണ്ടൽ, കരക്കണ്ടൽ, ചക്കരക്കണ്ടൽ, കൊമ്മട്ടി തുടങ്ങിയ കണ്ടൽ ചെടികളുടെയും മറ്റ് സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രമാണിവിടം. വിവിധയിനം മത്സ്യങ്ങൾ, കക്കകൾ, ചെമ്മീനുകൾ തുടങ്ങിയ പല ജലാശയ ജീവികളുടെയും പ്രജനന കേന്ദ്രമാണ് പാതിരാമണലും വേമ്പനാട്ട് കായലും. സ്ഥിരവാസികളും ദേശാടകരുമായ ധാരാളം പക്ഷികളും ഇവിടെയുണ്ട്. പാതിരാമണൽ ദ്വീപിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വഴിപ്പാത ഒരുക്കിയിട്ടുണ്ട്. പേവിംഗ് ടൈൽ കൊണ്ടുള്ള കരിങ്കൽ പാളികൾ കൊണ്ടുള്ള പാത ഒരുക്കിയിട്ടുണ്ട്. നടക്കാൻ നല്ല രസമാണ് കേട്ടോ. വെയിലൊന്നുമില്ല, കാരണം കണ്ടൽ ചെടികളും കാടുകളും കൊണ്ട് നിറഞ്ഞതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെയിൽ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ തന്നെയും നല്ല കാലാവസ്ഥയാണ്. ഒരൊട്ടും ചൂട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ സന്ദർശിക്കേണ്ടതാണ്. വെറും 20 രൂപ മാത്രമാണ് ഇവിടെ ഫീസ് ഈടാക്കുന്നത്. ചേച്ചി പേരെന്താ? പേര് ഷീല. ഷീല ചേച്ചി എവിടുന്നാ വരുന്നേ? തിരുവനന്തപുരത്ത് കരകുളം. തിരുവനന്തപുരം കരകുളത്ത് നിന്ന് വന്നിരിക്കുകയാണ്. എങ്ങനെ വന്നു? കാറിൽ വന്നു. ആലപ്പുഴ വരെ കാറിൽ വന്നിട്ട് അവിടെ പാർക്ക് ചെയ്തു. ബോട്ട് ജെട്ടിയുടെ അവിടെ അല്ലേ? അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ. ശരി, ആരൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്? എല്ലാവരും ഫാമിലി 10 പേരുണ്ട്. 10 പേരുണ്ട്. ഞാൻ എൻ്റെ 2 മക്കളും മരുമക്കളും 3 കൊച്ചുമക്കളും എൻ്റെ അമ്മ എൻ്റെ ഭർത്താവ് 10 പേരുണ്ട്. ശരി, തിരുവനന്തപുരം എവിടെയാണ് വീട്? മൂത്ത മോൻ ഇവിടെ താമസിക്കുന്നത്, ആലപ്പുഴയിൽ താമസിക്കുന്നത്. അവർക്ക് 2 ജോലിയുണ്ട്. മൂത്തന് KSF-ൽ ജോലി, അവൻ്റെ ഭാര്യയ്ക്ക് കാനറ ബാങ്കിൽ. ഓക്കെ. അപ്പോൾ അവരിവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർ ബുക്ക് ചെയ്തൊക്കെ ഇട്ടു. നമ്മളിന്ന് രാവിലെ വന്ന് ഒരു 2 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് തിരിച്ചു. ശരി ശരി ശരി. കോവിലൊക്കെ പോയി, കൊട്ടാരക്കര ഗണപതി കോവില് അവിടെ എല്ലാം കറങ്ങിട്ട് വരികയാണ്. ചക്കുളത്ത് ദേവി ക്ഷേത്രം, പിന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഇവിടെ ഒക്കെ കണ്ടിട്ട് നമ്മളിവിടെ വന്നു. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടോ? ബോട്ടിംഗ് കൊള്ളാം. ഇവിടെ ഒരു പാർക്കുണ്ട്. മരങ്ങളിൽ നിന്നും വള്ളിച്ചെടികളിലൊക്കെ നമുക്ക് ആടാം. വളരെ അപൂർവം കാഴ്ചകളാണ് മരത്തിൽ നിന്നും വരുന്ന വള്ളികൾ. നല്ല ഭംഗിയുള്ളൊരു പ്ലേസ്, നല്ല വൈബാണ്. ഇവിടെ ഒരു ഏറുമാടം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുള കൊണ്ടുള്ള ഏറുമാടത്തിലൊക്കെ കയറാം.
ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് പാർക്ക് കാണാം. ഒരു ചിൽഡ്രൻ പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പാർക്ക്. നമ്മൾ ആ പാർക്കിലോട്ട് കയറിയിരിക്കുകയാണ്. നല്ല മനോഹരമായ ഒരു പാർക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനും വിനോദത്തിനും ഒക്കെ പറ്റിയതാണ്. കുട്ടികളുടെ വിനോദത്തിനായിട്ടാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് സ്ഥലമുണ്ട്. ഒരുപാട് സ്ഥലം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം പാതിരാമണൽ ദ്വീപിൽ ലീന വർഗീസ് വെള്ളിയാമുറ്റം അല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ? എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഒത്തിരി ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. കാടുകൾ സമൃദ്ധമായ ഈ ഏരിയ ഒരുപാട് ഇനിയും വരാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് നല്ലതാണ്. ഓക്കെ. പേരെന്താ? എൻ്റെ പേര് സുമാ രാധാകൃഷ്ണൻ. ഞാൻ വെള്ളിയാമറ്റം. ഓക്കെ. പേരെന്താ? ബിന്ദു. ഓക്കെ. തൊടുപുഴ അല്ലേ? ഓക്കെ. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് us. തിരിച്ച് ബോട്ടിലേക്ക് കയറുകയാണ്. പാതിരാമണൽ ദ്വീപിൽ നിന്ന് തിരിച്ച് ബോട്ടിലേക്ക് കയറുകയാണ്. നമ്മുടെ ബോട്ടിലെ ജീവനക്കാർ തന്നെ വിളമ്പുന്ന ഭക്ഷണമാണ്. നല്ല ഭക്ഷണമാണ്, ശുദ്ധമായ ഭക്ഷണം. സ്നേഹത്തോടെ വിളമ്പുന്ന ആ ഭക്ഷണത്തിന് രുചിയേറുമെന്നാണ്. അതുകൊണ്ട് തന്നെ ലഞ്ച് ബ്രേക്കാണ്. ഉച്ചഭക്ഷണത്തിന് സമയമായിരിക്കുകയാണ്. എല്ലാവരും ബോട്ടിലെ ജീവനക്കാരൊക്കെയാണ് വിളമ്പിത്തരുന്നത്. സ്നേഹത്തോടെയുള്ള കൊതിയൂറുന്ന വിഭവങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കുമരകത്തിൻ്റെ ഭാഗം കടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ റിസോർട്ടുകളുള്ള കുമരകത്തിൻ്റെ പ്രസിദ്ധമായ പ്രദേശത്തുകൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ സമയമാണ്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റാണ്. എല്ലാവരും കൂടെ നോക്കൂ, നമ്മളുടെ കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ അതിമനോഹരമായ ഒരു യാത്ര സംഘടിപ്പിക്കുന്ന ഉന്മേഷം നോക്കൂ, ആഹ്ലാദം നോക്കൂ. Hey!
1926 കാലഘട്ടങ്ങളിലാണ് ചിത്രയും റാണിയും മാർത്താണ്ഡയും പോലെ തന്നെ ഈ വേമ്പനാട് കായലിൽ നിന്നും ചുറ്റോടി ചുറ്റും ബണ്ടുകൾ തീർത്ത് ഈ കാർഷിക മേഖല നിർമ്മിച്ചെടുത്തത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നെല്ല് കൃഷിയിൽ നിന്ന് വ്യത്യസ്തമായി തെങ്ങ് മെയിൻവിളയായിട്ടും ഇടവിളകളായിട്ട് കൊക്കോയും കാപ്പിയും കുരുമുളകും ചുക്കുമൊക്കെ കൃഷി ചെയ്തിരുന്ന മലയോര കാർഷിക മേഖലയെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാർഷിക ഭൂമി എവിടെയാണ്? സീ ലെവലിന് താഴെ, വാട്ടർ ലെവലിൽ താഴെ. അതാണ് ആർ ബ്ലോക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെങ്കിൽ കാലങ്ങൾ മെല്ലെ മുന്നോട്ട് പോയപ്പോൾ ആർ ബ്ലോക്ക് കുട്ടനാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കാർഷിക ഭൂമിയായിട്ട് മാറി. നോക്കിക്കേ, നമ്മൾ സഞ്ചരിക്കുന്ന ജലാശയവും ജലവാഹനവും നിലകൊള്ളുന്നത് തൊട്ടപ്പുറം കാണുന്ന കാർഷിക ഭൂമി അഥവാ കരപ്രദേശം അല്ലെ, അതിന്റെ മേളിലാണ്. ജലാശയ മേളിലും കരഭൂമി താഴെയായിട്ട്. അതാണ് കുട്ടനാടിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്ന് എല്ലാവരും പറയുന്നത്. ജലാശയം ഇങ്ങനെ പൊന്തിച്ചു നിൽക്കുന്നു, വെള്ള അതിപ്രഷർ നിൽക്കുമ്പോൾ മീറ്ററുകൾക്ക് താഴെ കൃഷി നടത്തുന്നു. ഇത് ലോകത്തിലെ ഹോളണ്ടിലെ ആംസ്റ്റർഡാം കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നെല്ലറയായ കുട്ടനാട്ടിൽ മാത്രമാണ് ലോകത്ത് ഈ രീതിയിലുള്ള കാർഷിക സംവിധാനം ഉള്ളത്. അപ്പൊ നമുക്ക് കാണാം, ആർ ബ്ലോക്കിനെ ഒരിക്കൽ കൂടി പരിചയപ്പെടാം. ഏകദേശം 1926 കാലഘട്ടങ്ങളിൽ 1500 ഏക്കറോളം വരുന്ന ഈ കാർഷിക ഭൂമി നിർമ്മിച്ചപ്പോൾ ഇവിടെയും തുടക്കകാലത്ത് നെല്ലായിരുന്നെങ്കിൽ നെല്ല് കൃഷി പരാജയപ്പെട്ടതിനെ തുടർന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള തെങ്ങും കമുകും കൊക്കോയും കാപ്പിയും ഒക്കെ കൃഷി ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിക്കേ, ഇതിന്റെ അവസ്ഥ വിജനമായിട്ട് കിടക്കും അല്ലേ. അതിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കുട്ടനാട്ടിലെ മടവീഴ്ചയെ കുറിച്ചും വെള്ളപ്പൊക്കത്തെ കുറിച്ചൊക്കെ അറിയേണ്ടത്. അപ്പൊ നമ്മൾ നോക്കൂ, ഈ ഇടതുവശം കരിങ്കൽ ഭിത്തികൾ കൊണ്ട് സംരക്ഷണ കവചം തീർത്ത ആ കുറച്ച് കരപ്രദേശം, ഇതിനെയാണ് കുട്ടനാട്ടിലെ ബണ്ടുകൾ എന്ന് പറയുന്നത്. കായലിനടുത്തടി നിന്ന് കിട്ടുന്ന ചെളിയും മണ്ണും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ കരപ്രദേശം ഇങ്ങനെ ചുറ്റോടി ചുറ്റും ഇതേ കണക്കുള്ള ബണ്ടുകൾ തീർത്തിട്ട് ഇവിടുന്ന് വെള്ളം തേകിപ്പെത്തിച്ചാണ് ഈ കാർഷിക ഭൂമി നിർമ്മിച്ചത് അല്ലെ. അപ്പൊ ഉറവ വരുമ്പോഴും മട വീണാലൊക്കെ എന്ത് പറ്റും? ഈ ജലനിരപ്പും തൊട്ടപ്പുറത്തെ കരപ്രദേശം ജലനിരപ്പും ഒരേപോലെ ആകുകയും ഒരു തടാകം പോലെ ആയിത്തീരുകയും അങ്ങനെ ആ കൃഷിയെല്ലാം നശിച്ചു പോയ കാഴ്ചയുമാണ് നമുക്കിപ്പോ ആർ ബ്ലോക്കിൽ കാണാനുള്ളത്. പക്ഷേ ഒരു കാലത്ത് വളരെ പ്രതാപമായിട്ട് നിന്നിരുന്ന 10-100 കുടുംബങ്ങൾ താമസിച്ചിരുന്ന 10,000-കണക്കിന് ചെത്തു തെങ്ങുകൾ ഉണ്ടായിരുന്ന കുട്ടനാട്ടിലെ തന്നെ ആദ്യത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം. അന്ന് എന്താണെന്നറിയോ? കക്കാർച്ചയും കപ്പയും ഞണ്ടും മധുരക്കള്ളും ഒക്കെ കിട്ടുന്ന ഒട്ടേറെ ഷാപ്പുകളും റെസ്റ്റോറന്റും ഒക്കെ ഉണ്ടായിരുന്ന അതിമനോഹരമായ ഒരു ഭൂപ്രദേശം. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും കോട്ടയം ആലപ്പുഴ ജലപാതയാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ബോട്ടിലും ചെറിയ വഞ്ചിയിലും ഒക്കെ ആളുകൾ ഇവിടെ രാവിലെ എത്തിയാൽ വൈകുന്നേരം വരെ ഒരു ദിവസം അവർക്ക് ചെലവഴിക്കാനായിട്ട് അതിമനോഹരമായ ഒരു ഭൂപ്രദേശം. അതാണ് കുട്ടനാട്ടിലെ ആർ ബ്ലോക്ക്. എറണാകുളം. പേര് വിനീത ആൻഡ് ശ്രീജിത്ത്. നിങ്ങൾ എങ്ങനെയാ വന്നേ? ബസ്സിനാ? ഓക്കെ. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ? വളരെ എൻജോയ് ചെയ്യും. അപ്പോൾ കൂട്ടുകാരോടൊക്കെ ചെന്ന് പറയും അല്ലേ? റിലേറ്റീവ്സിനോടൊക്കെ. ഓക്കെ. ഹായ്, എന്നാ ഉണ്ട്? ഇഷ്ടപ്പെട്ടോ? സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണ്. എങ്ങനെയുണ്ട്? സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ കൂട്ടുകാരോടും റിലേറ്റീവ്സിനോടൊക്കെ പറയുമല്ലേ? കുറച്ച് നേരത്തെ നമ്മുടെ ഒരു സഹയാത്രി എന്നോട് ചോദിച്ചു, സാർ ഇവിടെ വീടൊന്നും കണ്ടില്ലെന്ന്. അപ്പൊ നമ്മൾ കായൽ നിലങ്ങളുടെയൊക്കെ ആ ബണ്ടിൽ പണ്ട് വീടുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം പുതിയ തലമുറ അവിടുന്ന് പലായനം ചെയ്തു പോയി. ഗതാഗത സൗകര്യവും വൈദ്യുതിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആലപ്പുഴ പട്ടണത്തിൽ നിന്നും 2-3 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ആ കൈനഗിരി എന്ന ആ ഗ്രാമപഞ്ചായത്തിൽ കുട്ടനാട്ടിലെ ഒരു കൊച്ചു ഗ്രാമം, അതിന്റെ ആ ബണ്ടിന്റെ ഓരത്ത് ആളുകൾ ഇങ്ങനെ വീട് വെച്ച് താമസിക്കുന്ന കാഴ്ച കൂടി നമുക്ക് ഈ സൈഡിൽ കാണാം. നോക്കിക്കേ, പഴയതും പുതിയതുമായ കുറെ വീടുകൾ അങ്ങനെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. പേരെന്താ? ശരവണൻ. ഫാമിലി ആയിട്ടാ? ഓക്കെ. ഹായ്. എങ്ങനെ ഇഷ്ടപ്പെട്ടോ ട്രിപ്പ്? സൂപ്പറായിരിക്കും. ഓക്കെ. ലഞ്ച് സൂപ്പർ. കരിമീൻ കഴിച്ചാ? കഴിച്ച്. കരിമീൻ? പ്യൂർ വെജ്. ഓക്കെ. മോൻ പേര്? ശ്രീഹരി. കർണാടക? ഊട്ടി. നീലഗിരി. ബടുക. ഓക്കെ. ശ്രീഷ. I'm Nitya. Very nice. എന്താ പേര്?
ഉദ്യോഗസ്ഥരോടും അതിന്റെ സംഘാടകരോടും പ്രവർത്തകരോടും എന്റെ ഫാമിലിയുടെ ഒപ്പം മറ്റുള്ളവരും ഇതുപോലെ പറയുമെന്ന് വിചാരിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് 10 മണി തൊട്ട് ചെക്കിനായിരുന്നപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായി വന്ന് യൂണിഫോം മാറി വന്നപ്പോൾ നമ്മൾ തമ്മിൽ യാതൊരു പരിചയമില്ലാത്തവരായിരുന്നു അല്ലേ. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ഒരു 5 മണിക്കൂർ കൊണ്ട് നമ്മൾ സഹോദരന്മാരായി, സുഹൃത്തുക്കളായി, ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ട പരസ്പരം അറിയത്തക്ക രീതി വരെ നമ്മൾ പരിചയപ്പെട്ടു. ഇത് നോക്കൂ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതെല്ലാം ജനങ്ങളുടെയാണ് അല്ലേ. അത് നിലനിൽക്കേണ്ടത് 2 കൂട്ടർ ആവശ്യമാണ്. ഒന്ന് പൊതുജനങ്ങളുടെയും സർക്കാർ ജീവനക്കാരുടെയും. ഇപ്പോൾ പൊതുജനങ്ങളും സർക്കാർ ജീവനക്കാരും തമ്മിൽ ഒന്ന് കൈകോർത്താൽ നമ്മുടെ ഈ കേരളക്കരയായി എന്തൊക്കെ നടക്കും അതിനുള്ള ചെറിയൊരു ഉദാഹരണമാണ് ഒരിക്കൽ കൂടി 2020 ലോഞ്ച് ചെയ്ത ഈ സാധനം 2024 നിൽക്കുമ്പോൾ ഒരു 4-5 കോടി രൂപ ഇതിനകത്ത് വിറ്റുവരവ് വന്നെന്ന് പറഞ്ഞാൽ അത് ഇന്ന് നിങ്ങളാണെങ്കിൽ ഒരിക്കൽ കൂടി ഇന്നലെ വരെ വന്നുപോയ ആളുകൾ ഞങ്ങൾക്ക് നൽകിയ സഹകരണവും നിങ്ങളും ഞങ്ങൾ തമ്മിലുള്ള ഇതുവരെ ആരും കണ്ടുപിടിക്കാത്ത ഒരു കെമിസ്ട്രി. അപ്പം അതിനുള്ള നന്ദി എങ്ങനെ പറയുന്നു എന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിന്നുള്ള നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നോക്കും, നമ്മുടെ ജീവിതം തന്നെ വലിയൊരു യാത്രയല്ലേ. എപ്പോഴോ തുടങ്ങി എപ്പോഴോ അവസാനിക്കുന്നു. ഇത് രണ്ടും നമുക്കറിയാൻ മേലാത്ത കാര്യം. അപ്പം വിശാലവും സുന്ദരവുമായ വലിയ ലോകം, അതിൻ്റെ പരിച്ഛേദങ്ങളായ ചെറിയ ഇടങ്ങളിലൂടെ നാം ഇന്ന് നടത്തിയ യാത്ര നിങ്ങളുടെ കണ്ണിനും കാതിനും മനസ്സിനും കുളിർമയും സന്തോഷവും ഏകാൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ എളിയ സർക്കാർ ജീവനക്കാർ കൃതാർത്ഥരാണ്. அனைத்து அண்ணன்மார்களுக்கும் தாய்மார்களுக்கும் எல்லாத்துக்கும் என்னுடைய மாலை வணக்கத்தை தெரிவிச்சுக்கிறேன். என் பேர் சரவணனுங்க. நான் வந்து இன்னைக்கு ஊட்டி, தமிழ்நாடு ஊட்டி நீலகிரி மாவட்டத்துலேருந்து வந்திருக்கிறேன். எனக்கு மலையாளம் தெரியாது, குறைச்சா தெரியும். நாங்கள் காலையில் வர்றப்போ எங்களுக்கு இதில் டிக்கெட் கிடைக்கல, ரிசர்வேஷன் பண்ணல. இறுதியாக வந்து இப்போ செக்கர் அந்த அண்ணா வந்து எங்களுக்கு பார்த்து எங்களுக்கு ஒரு வாய்ப்பு கொடுத்தாரு. இங்கே வந்ததில் நம்ம ஓட்டுநர் அண்ணாட்டும் நம்ம சர்வீஸ் செஞ்ச நம்ம அண்ணன்மார்கள் அனைத்து அண்ணன்மார்களுக்கும் நம்ம சர்வீஸ் சூப்பராக இருந்துச்சுங்க, அருமையாக இருந்துச்சு. கேரளா சர்க்காருடைய இந்த போட்டு வந்து ரொம்ப பிரமாதமாக இருக்குது. நல்லா என்ஜாய் பண்ணோம் நாங்கள் எல்லாருமே. இதுக்குன்னு நாங்கள் நேற்று வந்து இது ஃபுல்லாக நைட் ஃபுல்லாக தங்கியிருந்து இந்த போட்டில் ஏறணும்னு சொல்லி நாங்கள் வந்திருந்தோம். ரொம்ப அருமையாக இருந்துச்சுங்க, நல்லா என்ஜாய் பண்ணோம், ஃபுல்லாக என்ஜாய் பண்ணோம், സൂപ്പറാக ഇരുந்துச்சுங்க. രാജേഷ് വിശദീകരിച്ചപ്പോഴത്തേക്കും കണ്ണു തള്ളിയിരിക്കുന്നത്, കാരണം അത്രമാത്രം മധുരമായിരുന്നു. അപ്പൊ ആ സന്തോഷം ഇങ്ങനെ നിന്ന് പങ്കിട്ടാലോ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്തനിട്ടുള്ള പെണ്ണിനെ കണ്ടുള്ള ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്തനിട്ടുള്ള പെണ്ണിനെ കണ്ടു. നമ്മളിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രീമർ പ്രൊജക്ട്സ്, അതിൻ്റെ പേരാണ് വേഗ. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ രാവിലെ ഏകദേശം ഒരു 11 മണിയോടുകൂടി ആലപ്പുഴയിൽ നമ്മളിപ്പം നിൽക്കുന്ന വടേക്കനാലിൽ നിന്ന് യാത്ര ആരംഭിച്ചു പൊന്നമടക്കായലും പാതിരാമണലും കുമരവും കുട്ടനാടിൻ്റെ R ബ്ലോക്ക്, C ബ്ലോക്ക്, ചിത്തിര തുടങ്ങിയ ആ മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലൂടെ എല്ലാം കറങ്ങി പുണ്യനദിയെ പമ്പയുടെ വിരുമാറിലൂടെയൊക്കെ നീങ്ങി ഏകദേശം ഒരു 4 മണിയോടുകൂടി, അതായത് ഹൗസ് ബോട്ട് യാത്രകളിൽ നിന്നും വ്യത്യസ്തമായി ആലപ്പുഴയിലെത്തുന്ന ഒരു സഞ്ചാരിക്ക് ആലപ്പുഴയും പാതിരാമണലും കുമരവും ഒക്കെ 5 മണിക്കൂർ കൊണ്ട് 50 കിലോമീറ്ററോളം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എങ്കിൽ ഇത് രണ്ടാമത്തെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റി തന്നെയാണ്. ലോകത്തുള്ള നിലവാരമുള്ള കാറ്റാമറൈൻ ഡിസൈനിലുള്ള ആ വാഹനം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 കോടി രൂപ മുതൽ മുടക്കിയ ഈ ഒരു പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഒരു സർക്കാർ സ്ഥാപനം ഏകദേശം 2020 2 കോടി മുതൽ മുടക്കി ലോഞ്ച് ചെയ്യുന്നു. അത് 2024 വന്ന് നിൽക്കുമ്പോൾ ഏകദേശം 10 കോടിയോടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി എന്ന്, അല്ലെങ്കിൽ വിറ്റ് വരവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കേരള സർക്കാർ സ്ഥാപനത്തെ സംബന്ധിച്ച് അതിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ അഭിമാനമുണ്ട്. അതിൻ്റെ അപ്പുറം ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ഷാജി വി നായർ IAS, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ഉരുത്തിരിഞ്ഞ ഈ സംരംഭം ഇപ്പം ഇത്രയും വിറ്റുവരവ് സമ്പാദിച്ച് കേരളക്കരയാകുകയും കേരളത്തിന് വെളിയിലും ആലപ്പുഴയിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ആലപ്പുഴയിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റായി വളർന്നു എന്നുള്ളത് വേഗയെ സംബന്ധിച്ച് അഭിമാനത്തോടെ ഈ നിമിഷം നിങ്ങളോട് പകർന്നുകൊള്ളട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ ബുക്കിംഗ് പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. 94 30 50 325 എന്നീ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അതിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ അവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കും, എന്നാൽ വരണമെന്ന് ചോദിക്കും. അതെല്ലാം അവർ അവിടെ തീർച്ചയായും രേഖപ്പെടുത്തും. തലേ ദിവസം ഒന്നുകൂടെ അവർ വിളിച്ച് അതിന് റീകൺഫേം ചെയ്യും. ആലപ്പുഴ വരിക, ആലപ്പുഴ ബോട്ട് ജെട്ടി, അവിടുന്ന് നേരെ ചെക്കിംഗ് പ്രൊസീജിയർ, ബോട്ടിൽ കയറി കഴിഞ്ഞാണ് ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും, യാത്ര പുറപ്പെടുന്നു. പിന്നെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഫുഡ് കോർട്ട് ഇവിടെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്, നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സിമ്പിളായ രൂപരേഖ. പിന്നെ വരിക വേഗയിൽ, ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ്.
ആലപ്പുഴ ബാക്ക്വാട്ടർ ടൂറിസം കുമരകം പാതിരാമണയുടെ ഒരു സ്വപ്നമുണ്ടെങ്കിൽ തീർച്ചയായും ആലപ്പുഴയിലെത്തൂ. നിങ്ങളുമായിട്ട് ഞങ്ങളാൽ കഴിയാവുന്ന എല്ലാവിധ സഹായങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഈ വേളയിൽ നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഇനി ബോട്ടിൽ വരുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം എത്രയായി? 4 മണി. രാവിലെ 11 മണിക്ക് പുറപ്പെട്ട് തിരിച്ച് സുരക്ഷിതമായിട്ട് ഞങ്ങളെ കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ജീവനക്കാരെല്ലാം കൂടെ നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. വളരെ ആനന്ദകരമായ, സന്തോഷകരമായ, വളരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു യാത്രയായിരുന്നു ഇത്. അതിൽ ചുക്കാൻ പിടിച്ചത് രാജേഷാണ്. രാജേഷ് ഹായ്. അപ്പോൾ വിശദ വിവരങ്ങളൊക്കെ വിവരിച്ചു തന്ന വീഡിയോയിൽ കണ്ട ആൾ രാജേഷ്, ബാക്കി ടീം സുമേഷ്, ജോഷി, മിഥിലേഷ്, പ്രസാദ്, ബോട്ട് ജീവനക്കാരായ എല്ലാവർക്കും നന്ദി. പുതിയൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം സൈനിങ് ഓഫ്.